വാമാന്തി വിളിക്കും. ബന്ധുക്കോസ് വന്ന എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം. എനിക്ക് എന്തെല്ലാം ഗുണമുണ്ട്? വേഷം മാറി, ഭക്ഷണം മാറി, ഭാഷ മാറി. സ്തോത്രം. ഞാൻ പറയാണ്ട് ബന്ധുക്കോസ് വന്ന ഒരു ഗുണം പറയാം. ഞാൻ ഈ ബന്ധുക്കോസ് വരുന്നതിന് മുന്നേ മുണ്ടും ഷർട്ടും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പാൻറ്റിട്ടിട്ടില്ല, ഇടാൻ അറിയത്തുമില്ലായിരുന്നു. ഹൈസ്കൂളിൽ ചെന്നപ്പോൾ മുണ്ടാണ്. ഞങ്ങൾ 68 സഹോദരന്മാരുണ്ട്. അവരെല്ലാം പാലിടുമ്പോൾ ഞാൻ മുണ്ടാണ് ഇതൊക്കെ ഇവിടുതാ. അപ്പോൾ ഒരിക്കലും ഞങ്ങളൊരു പരിശോധന, അപ്പം എനിക്ക് ഇപ്പോഴേ തൊണ്ടയ്ക്ക് ഇത്രയും പ്രയാസം. പരിശോധനയൊക്കെ പോകുമ്പോൾ ഞാൻ മുന്നിൽ നിന്ന് പാട്ട് പാടും. അപ്പോൾ ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഡോർമെറ്ററി വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അടൂരുകാരൻ, തുവിയൂരുകാരൻ, ബിജു എന്ന് പറയും. അടൂർ തുവിയൂർ സഭയിലുള്ളതാണ്. അപ്പം ഞങ്ങൾ അകത്ത് കയറുണ്ട്. ഇവൻ വന്ന് പെട്ടെന്ന് ഡോർമെറ്ററി കയറി കഥകിന് വിറ്റുകിട്ടി. ഞാൻ ചോദിച്ചത് പാട്ട് കഥകിന് വിറ്റുകിട്ടിച്ച് ഇവൻ്റെ പെട്ടി തുറന്നൊരു പാൻ്റെടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുക, ചാക്കം പിടിച്ച് നിൽക്കുമ്പോൾ ഇവരാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനെടുത്തില്ലെന്ന് പറഞ്ഞു. ഓണറെന്ന് പറഞ്ഞു ശരിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ മുന്നേ സഹോദര ഞാൻ ഇട്ടിട്ടില്ല, എനിക്കറിയത്തില്ല, ഇടത്തില്ല, പരിശ്രമിക്കണ്ട. അവൻ പറഞ്ഞു ഇട്ടില്ലെന്ന് ഒഴിവാക്കില്ല. എൻ്റെ ആരോഗ്യമുള്ള ഓണറോ പിടിച്ചതിനകത്ത് കയറ്റി രണ്ട് കാലുമാട്ടിങ്ങനെ നിൽക്കി അവൻ്റെ വെച്ചുമെല്ലാം ഇട്ട് കെട്ടി നടക്കടാന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞ പോലെ എനിക്ക് ശീലമൊന്നുമില്ലല്ലോ. പിടിച്ചൊരു നടത്തി. ഞാൻ ഒത്തിരി ചാടിയൊക്കെ നടന്നു. ഇങ്ങോട്ട് നടക്കടാന്ന് പറഞ്ഞു. അവനങ്ങ് കോപിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. തന്നെ നടക്കടാന്ന് പറഞ്ഞു. ഭയപ്പെടുത്തുക. മുറി കുത്തിയിട്ടിരിക്കുക. തന്നെ നടക്കടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ആയുസിൽ ആദ്യം പാനിട്ടത്. കുറഞ്ഞ പക്ഷം പെന്തിക്കോസ് വന്നതുകൊണ്ട് പാനിടാനെങ്കിലും പഠിച്ചേ. അതിനായി പെന്തിക്കോസി വാങ്ങി പറയാം. സകലെല്ലാം ഇന്ന് വന്നോണം. ദൈവത്തിന് സ്വാതന്ത്ര്യം. എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം. പെന്തിക്കോസ് വന്നാൽ പ്രാർത്ഥിക്കാൻ പഠിക്കും, പാൻറ്റിടാൻ പഠിക്കും, പാല് വെക്കാൻ പഠിക്കും. ഇല്ല ഇതിനകത്തുണ്ടെന്ന്. അതിനായി വാമാന്തി വിളിക്കുന്നേ. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസി ജ്വാലയാണ്. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസി ജ്വാലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂരേ. അബ്രഹാമേ യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി സ്ഥലം വിട്ടു. അബ്രഹാം ഈസാക്ക് യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി സ്ഥലം വിട്ടു. അവൻ കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. പൂർത്തിയായി നീ വേല തീർത്തു വാർത്തലം വെടിഞ്ഞു പോകാൻ. പൂർത്തിയായി നീ വേല തീർത്തു വാർത്തലം വെടിഞ്ഞു പോകാൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല. കുമാർ എന്നാണ് സ്വന്തം സ്ഥലം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. കൃപയാല് രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എന്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്തിന് ഞാൻ മാറ്റപ്പെടേണ്ടതായിരുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം വളരെ അത്ഭുതകരമായിട്ട് എന്നെ രക്ഷിച്ചു. എൻ്റെ മാതാവിന്റെ 2ാമത്തെ ഡെലിവറിയിലാണ് ഞാൻ ജനിച്ചത്. വീട്ടിൽ വെച്ചൊരു കുട്ടിയെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാതെ നിമിത്തം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാർ പറഞ്ഞു ഈ കേസ് ബുദ്ധിമുട്ടുണ്ട്, ഇത് 1 കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒന്നുകിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം, എന്താ വേണമെന്ന് ചോദിച്ചു. എൻ്റെ പിതാവിനോട് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ ഡെലിവറി നടത്തി. 1975 ഓഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രിയിൽ 9:45 കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റ് 2 കുട്ടികളെ പ്രസവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി. കുട്ടികൾ 3 മരിച്ചു വന്ന്. പിന്നെ മാതാവിന് ബ്ലഡ് കൊടുക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം അധികാലത്ത് ഈ കുട്ടികളെ 3 മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സിസ്റ്റർ വന്ന് ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി. 2ാമത്തെ കുട്ടിയെ മാറ്റിക്കിടത്തി. 3ാമത്തെ കുട്ടിയെ എടുത്തപ്പോൾ അതിന്റെ കാലൽപ്പം ചലിച്ചു. അവർക്ക് സംശയം തോന്നി അതിന്റെ ജീവനുണ്ടെന്ന്. അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു അതില് ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞില്ല സിസ്റ്ററെ നിങ്ങളുടെ ഭയം കൊണ്ട് തോന്നിയതാ, ജീവനില്ല, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവരെ വീണ്ടും വന്ന കുട്ടിയെ എടുത്തപ്പോൾ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. വേഗത്തിൽ തന്നെ ലേഡി ഡോക്ടർ അവരെ നിർബന്ധിച്ചു വന്ന് കുട്ടിയെ കാണിച്ചു. ഒരു നോക്കിയപ്പോൾ അതിന് ജീവനുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ക്ഷണത്തിൽ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റ് 2 ആൺകുട്ടികളെ മാതാവിന്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്തു. 3ാമത്തെ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാളെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കുട്ടിയാകാൻ നിങ്ങൾക്ക് പിടികിട്ടി കാണും.
ദൈവം ഒരു വ്യക്തിയെ കണ്ടാൽ അവന് സ്വോത്രം ഏതെല്ലാം അനർത്ഥം വന്നാലും പിടിവെക്കും. പണ്ടൊരു യോഗത്തിന് പ്രസംഗിച്ച് യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വന്ന് ചോദിച്ചു, ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ നമ്മുടെ ആൾക്കാരുടെ വകതിരിവ്. ഞാൻ പറഞ്ഞ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞങ്ങള് ഹൈന്ദവരായതുകൊണ്ട് വന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ വളരെ താല്പര്യരായതുകൊണ്ട് നേർച്ചകളും പൂജകളും ഒക്കെ കഴിച്ച് ആദ്യ പ്രായത്തിൽ അക്ഷണത്തിൽ ആ രീതിയിലാണ് ഞാൻ വളർന്നത്. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ ക്ഷേത്ര ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്റെ ചെറുപ്രായത്തിലെ ആഗ്രഹം, പ്രായമായി പക്വതപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള പൂജാകാര്യങ്ങൾക്ക് വേണ്ടി പോകണം എന്നായിരുന്നു ഹൃദയത്തിലെ ആഗ്രഹം. അമ്മയുടെ അച്ഛൻ മന്ത്രപൂജാവധി അറിയാവുന്ന മനുഷ്യനായതുകൊണ്ട് ബാല്യപ്രായത്തിൽ ചില കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു. ആ നിലയിലാണ് ഞാൻ വളർന്നത്. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ മറ്റ് ക്ഷേത്രത്തിൽ പോകും. രാമായണം വായിക്കാനും ഭാഗവതം വായിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. ആ നിലയിൽ വളരെ ഭക്തിയിലാണ് ജീവിച്ചത്. അങ്ങനെ ഞാൻ വളരെ എന്നാൽ ആവും വിധം ഭക്തിയിൽ ജീവിച്ചു. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രക്ഷിക്കപ്പെടുവാൻ, യേശുവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം. കർത്താവിനെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടൊരു സമയം. ടൈഫോയിഡ് വന്ന് കൂടി ഹാർട്ടിന് പ്രയാസമായി. ഈ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് മെഡിസിൻ ഉപയോഗിക്കത്തില്ല. അമ്പലത്തിലേക്ക് പോകുന്ന കാലത്ത് എന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തും. അവിടുത്തെ ഭസ്മം തരും. ഈ ഭസ്മത്തിന് അത്ഭുത സിദ്ധി ഉണ്ടെന്ന്. ഈ ഭസ്മം കഴിച്ചാൽ ഏത് വ്യാധിയും രോഗവും മാറും. ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ട്, മാറിയിട്ടുമുണ്ട്. ഇങ്ങനെ വിശ്വാസമുള്ളത് കൊണ്ട് മെഡിസിൻ ഒന്നും ഉപയോഗിക്കാൻ പതിവില്ല വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇങ്ങനെ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ആ സമയങ്ങളൊക്കെ ക്ഷേത്ര ദർശനം നടത്തി. എല്ലാ ദിവസവും രാവിലെ ഞാൻ രാവിലെ 4:45 അമ്പലത്തിൽ ചെല്ലും. 4:45 നിർമ്മാല ഈ തൊടപ്പ് കുളിപ്പിക്കും. പിന്നെ 4:45 കഴിയുമ്പോൾ നിർമ്മാല ദർശനം, 6:15 ഉഷപൂജ, പിന്നെ 12 മണിക്ക് പന്തീരടി, പിന്നെ ഉച്ചപൂജ, പിന്നെ അങ്ങനെ എല്ലാ പൂജകൾക്ക് സംബന്ധിക്കും സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിൽ. അപ്പൊ ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അസുഖത്തിന് യാതൊരു ഭേദമില്ല. വല്ലാതെ അസുഖമൊക്കെ വഷളായി മൂർച്ഛിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അബോധാവസ്ഥയായി. പെട്ടെന്ന് അസുഖമൊക്കെ മൂർച്ഛിച്ചു. എൻ്റെ ഫാദറിന് കള്ളുഷാപ്പിന്റെ ജോലിയാണ്. അദ്ദേഹം രാവിലെ അവിടേക്ക് പോയി. മാതാവ് വീട്ടിലുണ്ട്, സഹോദരങ്ങൾ സ്കൂളിൽ പോയി. പെട്ടെന്ന് അസുഖമൊക്കെ വല്ലാതെ മൂർച്ഛിച്ച് ഞാൻ അബോധാവസ്ഥയായി. പെട്ടെന്ന് വല്ലാത്തൊരു പ്രയാസമായതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ അനുജൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് എന്നെ കണ്ടു. അദ്ദേഹം വന്ന് എന്നെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂട്ടി വെച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചികിത്സയിൽ എന്നെ കിടന്നു. ഡോക്ടർമാർ വന്ന് പറഞ്ഞു ഹാർട്ടിന് പ്രോബ്ലം കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ ഞാൻ 14 ദിവസം ചികിത്സയിൽ കഴിഞ്ഞു. ജീവിതത്തിലെ ആദ്യ സംഭവമാണ് 14 ദിവസം ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ വീട്ടുമെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക പതിവാണ്. അപ്പോൾ 14 ദിവസം ക്ഷേത്രത്തിൽ പോകാതെ ഇരുന്നപ്പോൾ എനിക്ക് വലിയ മനോഭീതിയായി. അത് 14 ആഴ്ച യോഗത്തിന് വന്നില്ലെങ്കിലും ഒരു പ്രയാസവും ഇല്ലല്ലോ. 15ാമത്തെ ആഴ്ച വിക്ടറി ഗ്ലോറി എന്ന് പറഞ്ഞു ചാടുന്ന നല്ല കാര്യമാണ്. സ്തോത്രം. അതിന് വല്ലാത്ത പ്രയാസം. അപ്പൊ ഞാൻ ഈ 14 ദിവസം ക്ഷേത്രത്തിൽ പോകുന്നില്ല. ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു എന്നെ വീട്ടിൽ വിടാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല, കുറച്ച് ദിവസം കൂടെ ചികിത്സ തുടരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അമ്പലത്തിൽ പോകുന്നയാളെ, എനിക്ക് പോകുന്നതിന് വലിയ പ്രയാസമാണ്, വിടണമെന്ന് പറഞ്ഞു. ഒടുവിൽ എന്റെ നിർബന്ധത്തിനും ശാഠ്യത്തിനും കീഴ്പ്പെട്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു വീട്ടിൽ വയ്ക്കുമെന്ന് പറഞ്ഞു. കാരണം മരുന്നും ടാബ്ലറ്റും ഒക്കെ നൽകി. എന്നോട് പറഞ്ഞു ഇത് കഴിക്കണം, നിർദ്ദേശങ്ങളൊക്കെ നൽകി. ശരീരം അനങ്ങരുത്, ഒച്ചയെടുക്കരുത്, സ്പീഡ് അനക്കരുത്, ജോലി ചെയ്യരുത്, ശരീരം വിയർക്കരുത്, ഇങ്ങനെ ഒത്തിരി നിർദ്ദേശങ്ങൾ നൽകി. ഈ മരുന്നൊക്കെ വാങ്ങി വീട്ടിൽ വന്നുവെങ്കിലും പിറ്റേ ദിവസം ഞാൻ അമ്പലത്തിൽ പോകാൻ തുടങ്ങി. രാവിലെ വീട്ടുമല്ല അമ്പലത്തിൽ പോകുന്നുണ്ട്. എങ്കിലും അസുഖത്തിന് യാതൊരു ഭേദമില്ല. ഓരോ ദിവസവും അസുഖം വല്ലാതെ വഷളാകാൻ തുടങ്ങി. പിന്നീടുള്ള അസ്വസ്ഥത, ഈ വയറങ്ങ് ദീർഘുക, നെഞ്ചിനകത്തെ കഠിനമായ വേദന, മരണഭീതി. അതുകൂടങ്ങും അല്ലാതെ മരണഭീതി അനുഭവിച്ചിട്ടുള്ളവർക്ക് ഞാൻ വലിയ പ്രയാസം. മരണഭീതി എനിക്ക് അതിനെ മരിക്കാൻ പേടിയാണ്. ഇപ്പോഴും പേടിയാണ്, സത്യം പറയണമല്ലോ. എനിക്ക് ആകാൻ പേടിയാണ്. അത് ഇപ്പം പേടിയുണ്ടെങ്കിലും പ്രത്യാശയുണ്ട്. അന്ന് പ്രത്യാശ ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് മരിക്കാൻ പേടിയാ. മരിച്ചാൽ നരകത്തിൽ പോകും, നശിച്ചു പോകും. അതുകൊണ്ട് ഭയമാണ്, മരണഭീതി എന്നെ വല്ലാതെ അലട്ടി. ഞാനാകെ ഭാരപ്പെട്ടു. ഈ സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് നടത്തി. എങ്കിലും അസുഖത്തിന് യാതൊരു ഭേദമില്ല. ഈ നാളുകളിൽ അനേക ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, പൂജകളും നേർച്ചകളും ഒക്കെ കഴിച്ചു. എങ്കിലും അസുഖത്തിന് യാതൊരു ഭേദമില്ല. എന്തിനിറങ്ങിനും വല്ലാതെ വിഷമസന്ധിയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്ന ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ഭഗവത്ഗീതയുടെ ഒരു മലയാള പരിവർത്തനം. ഞാനിതിങ്ങനെ വായിച്ചുകൊണ്ട് ഭഗവത്ഗീത യോഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓരോ ഈ മഹാഭാരതം പർവ്വമായിട്ടും രാമായണം കാണ്ഡങ്ങളായിട്ടും ഈ ഭഗവത്ഗീത യോഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതില് 10-15 യോഗമുണ്ട്. അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞൊരു ശ്ലോകമാകാൻ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക.
അതിങ്ങനെ വായിച്ചു. അതിങ്ങനെ അയാമുക്തം ഋഷികേശം കൂടാകേശനെ ഭാരതാതിഭൂതം ജംപ്രോക്താദീപം ഗമിച്ചത് എന്നൊരു ശ്ലോകമുണ്ട്. അത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് വായിച്ചോണ്ട് ഇപ്പൊ ഹൃദയത്തിലൊരു തോന്നൽ, അടുത്തൊരു വീട്ടിലേക്ക് പോകണം. ഞാൻ പുസ്തകത്തോട് മടക്കി വെച്ചു. അപ്പൊ വീട് ലക്ഷ്യമായി, എനിക്ക് വീട് മനസ്സിലായി, വീട്ടിൽപ്പെട്ടവരെ മനസ്സിലായി. അപ്പൊ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ദൈവമേ അവര് ക്രിസ്ത്യാനികളാണല്ലോ, എങ്ങനെ അങ്ങോട്ട് പോകുന്നത് പ്രയാസം. ഈ വിശ്വാസ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളെ ഒന്നും ഇഷ്ടമല്ല, ഇപ്പോഴും എല്ലാവരെയും ഇഷ്ടമല്ല. ജീവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. തട്ടിപ്പുകാരോടൊന്നും വലിയ താല്പര്യമില്ല, അന്ന് ഒരുത്തരും ഇഷ്ടമല്ല, അതുകൊണ്ട് പോകാനൊരു വല്ലാത്ത പ്രയാസം. അപ്പൊ ഞാന് എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, അവര് ക്രിസ്ത്യാനികളാണല്ലോ, എങ്ങനെ അങ്ങോട്ട് പോകുന്ന വല്ലാത്ത പ്രയാസം. എങ്കിലും വല്ലാത്ത പ്രേരണ, അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഒരു ചിന്ത. ഞാൻ പെട്ടെന്ന് ഈ പുസ്തകം മടക്കി അവിടെ വെച്ച് വീട് ലക്ഷ്യമാക്കി നടന്നു. ഒരു കായലിന്റെ തീരത്തൂടെ നടക്കണം. ഞാൻ നടന്ന വീട്ടിൽ ചെന്നു. പതിവില്ലാതെ ചെന്ന ആ വീട്ടിലെ ചെന്നപ്പോൾ 10-25 വയസ്സുള്ളൊരു മാതാവ് ആ വീട്ടിലുണ്ട്. ഞാൻ പതിവില്ലാതെ ചെന്നത് കണ്ടനെ ക്ഷണിച്ച് അകത്തിരുത്തി രോഗങ്ങളും വിവരങ്ങളും ആരാഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒടുവിൽ മാതാവ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കാര്യമൊക്കെ പറഞ്ഞു. അല്പനേരം എടുക്കുമ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ എന്നാ പോവാന്ന് പറഞ്ഞു. ഉടനെ മാതാവിനോട് പറഞ്ഞു, മോനെ വീട്ടിൽ പോയാലും വെറുതെ ഇരിക്കില്ല, കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറഞ്ഞു. അവിടെ നിർബന്ധിച്ചിരുത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഈ മാതാവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വെറുതെ ഇരിക്കണ്ട, ഇന്ന് ഈ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. നൈസിലാദ്യ സംഭവമാണ്. ഞാൻ ബൈബിള് വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അവൻ ഇത് ദൈവവചന വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുവരെ വായിച്ചിട്ടില്ല, താല്പര്യമില്ല, വേണ്ടാന്ന് പറഞ്ഞു. ഉടനെ മാതാവിനെ വല്ലാതെ നിർബന്ധിക്കാൻ വല്ലാതെ നിർബന്ധിച്ചു. വായിക്കും ദൈവവചനമാണ്. ഞാൻ പറഞ്ഞു വേണ്ട, താല്പര്യമില്ല. വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒടുവിൽ പറഞ്ഞു, ഒരു കാര്യം അത്ര നിർബന്ധമാണ്, അമ്മച്ചി വായിക്കും, ഞാൻ കേൾക്കാന്ന് പറഞ്ഞു. ഉടനെ മാതാവിനോട് പറഞ്ഞ പോലെ എനിക്ക് കണ്ണ് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് എന്നെ കൊണ്ട് വായിപ്പിക്കാൻ ഒരു അടവ് പറഞ്ഞത്. നമ്മളിപ്പോ എന്ത് കൊസുകാരാന്നേലും ഒക്കെ അമ്മച്ചി കള്ളമാ പറഞ്ഞത് പറയാൻ കാരണം, ഞാൻ പിന്നീട് രക്ഷിക്കപ്പെട്ട് സഭയിൽ ചെന്നപ്പോൾ അമ്മച്ചി സാക്ഷിക്ക് സന്തോഷിപ്പിച്ച വാക്യം കണ്ണാടിയില്ലാതെ വായിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാണ് സമർത്ഥിക്കുന്നത്, എന്നെ കൊണ്ട് വായിപ്പിക്കാൻ. ഞാൻ പെട്ടെന്ന് ഈ ബൈബിൾ ഇങ്ങനെ അമ്മച്ചി നിർബന്ധിച്ച് ബൈബിൾ വാങ്ങി. ബൈബിൾ വായിക്കേണ്ട വിധമൊന്നും എനിക്കറിയത്തില്ല. രാമായണമൊക്കെ എടുത്ത് ഇങ്ങനെ രാമനെ ഞാൻ അനുസരിച്ച് പുസ്തകം തുറന്ന ഉടനെ വായിക്കത്തിൽ 7 പേജ് 7 വരി 7 വാക്ക്, അതൊക്കെ ചിട്ടകളാണ്, അങ്ങനെ അതിന്റെ നിയമങ്ങളാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ബൈബിൾ ഇങ്ങനെ എടുത്ത് വെച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞു തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ പുസ്തകം ബൈബിളിന്റെ ഒരു പുസ്തകമാണ്, സദൃശവാക്യം. ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിന്റെ പ്രാരംഭവാക്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കുക ആയുസ്സിലെ ആദ്യ സംഭവമാണ്. ഞാൻ ബൈബിൾ അങ്ങോട്ട് വായിച്ചത് അല്പം കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. ഞാൻ ആർത്തിയോടെ വായിച്ചു. അപ്പൊ പിന്നെ അങ്ങ് വായിക്കാനുള്ള പ്രചോദനം ഏറി വരിക. ഞാൻ ആർത്തിയോടെ വായിക്കുക. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് തേനിലും തേൻകെട്ടെങ്കിലും മധുരമുള്ളത്. ദൈവത്തിന്റെ വചനം തേനിലും തേൻകെട്ടെങ്കിലും മധുരമുള്ളതാണ്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാണ്. തേനിലും തേൻകെട്ടെങ്കിലും മധുരമുള്ള വചനമാണെന്ന് പറയാൻ കാര്യം, ജീവിതത്തിൽ പലപ്പോഴും കയ്പും നിരാശകളും വരും. ജീവിതത്തിൽ കയ്പ് അനുഭവിക്കുന്ന അനേകർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. പതറണ്ട, ആ തേനിലും തേൻകെട്ടുള്ള മധുരമുള്ള വചനം വായിച്ചാൽ മതി. നിന്റെ സകല കയ്പ് മാറും, ജീവിതം മാധുര്യമാകും. അതല്ലേ സാറ് പാടിയത്, മധുര വേദമല്ലാതെ മധുരം വേദമല്ലാതെ ഏതുണ്ടോ ചൊല്ലോഴാ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴാ. തിന്നിലും മധുരം മധുരമുള്ള ദൈവത്തിന്റെ വചനം വായിക്കുന്നതോറും ആർത്തി കൂടി വായിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ ഞാൻ കുറച്ച് വായിക്കും. അമ്മച്ചി പറയും നിർത്താൻ പറയും. നിർത്തിച്ച് അമ്മച്ചി സുവിശേഷം പറയാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിക്കും. പിന്നെ അമ്മച്ചി സുവിശേഷം പറയും. പിന്നെ എന്നെ കൊണ്ട് വായിപ്പിക്കും. പിന്നെ അമ്മച്ചി സുവിശേഷം പറയും. ഇങ്ങനെ ഞാൻ വായിക്കും, അമ്മച്ചി സുവിശേഷം പറയും, പിന്നെയും വായിപ്പിക്കും, പിന്നെയും സുവിശേഷം. യേശുവിനെ കുറിച്ചും യേശു കൂടി രക്ഷയെ പറ്റിയും നിത്യജീവനെ പറ്റിയും പാപമോചനത്തെ പറ്റിയും പാപപരിഹാരത്തെ പറ്റിയൊക്കെ ഈ മാതാവ് അങ്ങനെ സംസാരിക്കുക. ഞാൻ വായിക്കും, അമ്മച്ചി പറയും. ഞാൻ വായിക്കും. ഈ നാട്ടിൽ പുട്ടുണ്ടാക്കുന്ന പോലെ ആദ്യം പീര, പിന്നെ പൊടി, പിന്നെ പീര, പിന്നെ പൊടി, പിന്നെ പീര, അങ്ങനെ ആ പുട്ട് അതറിയാൻ വരെ പഠിച്ചോണം എന്ന് പറഞ്ഞ പോലെ ഞാൻ വായിക്കും, അമ്മച്ചി സുവിശേഷം, ഞാൻ വായിക്കും, സുവിശേഷം. ഇങ്ങനെ നല്ല സന്തോഷം. അപ്പൊ ഇങ്ങനെ ആ ഇരിപ്പിൽ അവിടെ ഇരുന്ന സദൃശവാക്യം 18 അധ്യായം വായിച്ചു.
ആ ഇസ്ലാമിക സംഭവം ഇന്ന് വരെ 18 അധ്യായം ഒന്നിച്ച് വായിച്ചിട്ടില്ല, അന്ന് വായിച്ചതല്ലാതെ. ഇസ്ലാമിക സംഭവം സദൃശവാക്യം 18 അധ്യായം. വലിയ സന്തോഷം. പെട്ടെന്ന് സാത്താൻ അവിടെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം ഞാൻ ഈ അമ്മച്ചിയെ വീക്ഷിച്ചപ്പോൾ ഇരുന്നുകൊണ്ട് സംസാരിച്ച അമ്മച്ചി എഴുന്നേറ്റ് നിന്നാ സംസാരിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോ ഞാൻ അമ്മച്ചിയെ വീക്ഷിച്ചു, ഞാൻ വായന നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കൊരു സംശയം. ഞാൻ അമ്മച്ചി അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കത്തോലിക്ക പള്ളിയിലാന്ന് അല്ലാന്ന് പറഞ്ഞു. യാക്കോബ പള്ളിയിലാണോ പോകുന്നത്? ചോദിച്ചു. ഈ CSI പള്ളിയുണ്ട്, CSIയിലാണോ പോകുന്നത്? ഉടനെ അമ്മച്ചി പറഞ്ഞു, അല്ല, ഇത് 3 പള്ളിയായിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു പെന്തിക്കോസിലാണോ എന്ന് ചോദിച്ചു. അത് പേടിച്ചാ ചോദിച്ചു. ഉടനെ അമ്മച്ചി എന്നോട് പറയാ, 6 മാസമായിട്ട് പെന്തിക്കോസിലാണ്. എനിക്കൊന്ന് വലിയ പേടിയായി പോയി. ഞാൻ ഓർത്തിന് ഞാനെങ്ങാനും പെന്തിക്കോസിലാകുമോ, എനിക്കൊന്ന് വെപ്രാളമായി പോയി. ഈ പെന്തിക്കോസി വരുന്നതിന് മുമ്പ് നമ്മൾ പെന്തിക്കോസുകാരെ വീട്ടിൽ കയറ്റുമോ, അവരുമായിട്ട് സംസാരിക്കോ, സഹകരിക്കോ, ട്രാക്ട് വാങ്ങോ, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കോ, അവരുടെ വീട്ടിൽ പോകുമോ, ഒന്നും ചെയ്യത്തില്ല. അബദ്ധത്തിൽ ഇങ്ങനെ എങ്ങാനും ചെയ്താൽ നമ്മൾ ഇതിനകത്താകും. അങ്ങനെ അതല്ലേ വിട്ടിരിക്കുന്ന എല്ലാവരും. ഈ ചിലക്ക് പിന്നെ കൃപ കയറി ആരോടും മിണ്ടത്തില്ല. രക്തം ചെയ്യും, എവിടെ പോകുന്ന ചോറ് കിട്ടി ഒറ്റ ആത്മാക്കളെ നീ നേടുകയല്ല, ഈ മുഖാന്തരം പിണങ്ങി പോവുകയുള്ളൂ. ചിലത് ആത്മാക്കളെ നേടണം, സഹകരിക്കണം, ഇടപെടണം. സ്തോത്രം. അപ്പൊ എന്റെ ഭയം, ഞാനെങ്ങാനും പെന്തിക്കോസിലാകും, എനിക്ക് വലിയ വെപ്രാളമായി പോകും. അതിന് വേറൊരു സംഭവം ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു സഹോദരി, കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട മാന്യ സഹോദരി മറിയാമ്മ എന്ന പേര്, പെന്തിക്കോസുകാരുടെ ഒരു യോഗത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുക പതിവാണ്. അപ്പൊ ഇങ്ങനെ യോഗത്തിന് പോയപ്പോ ഇവിടെ നാത്തൂൻ്റെ ഒരാളുണ്ട്, മേഴ്സി ഒരിക്കൽ മറിയാമ്മ വിളിച്ചിട്ട്, മറിയാമ്മേ, പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോകരുത്. അതിന്റെ കൊച്ചമ്മേ പറയാ, ഇവര് യോഗം കഴിയുമ്പോ കാപ്പി കൊണ്ടു തരും. പെന്തിക്കോസുകാരി യോഗമെല്ലാം കഴിയുമ്പോ കാപ്പി കൊണ്ടു തരും. അപ്പൊ കാപ്പി മുന്നിൽ വെച്ച് ഇങ്ങനെ കുലുങ്ങി ഏതാണ്ട് പറയാൻ കേൾക്കാം. അത് കൂടോത്രം ചെയ്യാന്ന് മേഴ്സിയുടെ ഭാഷ്യമാണ്. അപ്പയും ക്ലാസ്സും എല്ലാം മുന്നിൽ വെച്ചിട്ട് ഉപദേശമാരിൽ ഇങ്ങനെ ഒക്കെ കൊണ്ടു ഏതാണ്ട് പറയുമ്പോ ഭയങ്കര കൂടോത്രമാണ്. അപ്പൊ നമ്മൾ ഈ കാപ്പി കുടിച്ചാൽ നമ്മൾ പെന്തിക്കോസിലാകും. യോഗത്തിന് പോകരുത്. എന്നെ മറിയാമ്മ പറഞ്ഞു, വെച്ചമ്മേ, നല്ല വചന ഉപദേശിമാര് പറയും, നമ്മുടെ അച്ഛന്മാര് പറയാൻ പോലില്ല, നന്നായിട്ട് വചനം പറയും, നല്ല രസമാണ് കേൾക്കാൻ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പോകുന്നത്. ഇടി നീ പോകരുത്, കാപ്പി ഇല്ല, ഞാൻ കാപ്പി കുടിക്കത്തില്ല, പുറകിൽ പോരുന്നേച്ചാൽ തീർന്നതിന് മുന്നേ പോന്നേക്കാണ് പറഞ്ഞു. മേഴ്സി കർക്കശമായ നിർദ്ദേശം കൊടുത്ത് പോകരുത്. അപ്പൊ മേഴ്സിയുടെ വാക്കിനെ ബഹുമാനിക്കുകയും ഇവിടെ പറഞ്ഞു, ഞാൻ പുറകിരുന്നേച്ചാൽ കാപ്പി കുടിക്കുകയല്ല, പെട്ടെന്ന് നീ പോരുമെന്ന് പറഞ്ഞു. മറിയാമ്മ യോഗത്തിന് പോയി. മറിയാമ്മ എന്നെ നേരത്തെ ചെന്നു. നമ്മുടെ ആൾക്കാർ പലരും താമസിച്ചാന്നല്ലോ. നേരത്തെ ചെന്നപ്പോൾ മറിയാമ്മ പുറകിരിക്കാം. നമ്മുടെ ആൾക്കാർ താമസം വന്നപ്പോൾ ഉപദേശം പറഞ്ഞു മുന്നോട്ട് കയറിയിരിക്കാം. ഒടുവിൽ മറിയാമ്മ ഏറ്റവും ഫ്രണ്ടി വന്നു. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഏറ്റവും പുറകിരുന്നതാ നമ്മുടെ ആൾക്കാർ. അപ്പൊ താമസിച്ചു വരുന്നത് ഗുണമാ കേട്ടോ. മറിയാമ്മ മുന്നിൽ വരുമല്ലോ. മറിയാമ്മ മുന്നിൽ വന്നു. യോഗം അങ്ങോട്ട് തുടങ്ങി. ഒരു ഉപദേശം നന്നായിട്ട് വചനമെല്ലാം പ്രസംഗിച്ചു. അല്പം സമയം മുൻപോട്ട് പോയി. യോഗം കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ ദൈവസ്നേഹത്തിൽ കാപ്പി കൊണ്ടുവച്ചു. ഇതെല്ലാം നടക്കുക. കാപ്പി കൊണ്ടുവച്ചപ്പോൾ മറിയാമ്മ മേഴ്സി പറഞ്ഞത് ഉള്ളിലുണ്ടല്ലോ. അപ്പൊ ഇവര് പറഞ്ഞ്, സിസ്റ്ററെ കാപ്പി വേണ്ട, ഞാൻ കുടിച്ചേച്ചാ മതി. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞല്ലോ, ഇച്ചിരി കുടിക്കും. വേണ്ട, ഇല്ല, കത്തനെ വല്ലാതെ നിർബന്ധിച്ചു. മറിയാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടുകാരും വേറെ വന്നിട്ട് പറയും, സിസ്റ്റർ ലേശം ഉണ്ട് ചേട്ടാ, ഒത്തിരി കുടിക്കണം ലേശം. ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചപ്പോ എങ്ങനെയോ നിർബന്ധത്തിന് മറിയാമ്മ ലേശം കട്ടനങ്ങ് കുടിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോ മറിയാമ്മ പെന്തിക്കോസിലായി. അപ്പൊ മേഴ്സി പറഞ്ഞതിനോട് അന്നേ പറഞ്ഞാ കാപ്പി കുടിക്കരുത്. അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്നവർക്കെല്ലാം ഇന്ന് രാത്രി കാപ്പി കൊടുത്തേ വിടാവൂ. ഇവിടെ കാപ്പി ഇല്ലെങ്കിൽ അവരെ വെളിയിൽ കൊണ്ടുപോയി കാപ്പി മേടിച്ചു കൊടുത്തോണം. ആള് വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ സംഭവം എന്തിനേറെ 2 വർഷം കഴിഞ്ഞപ്പോ മേഴ്സി കുടുംബം രക്ഷിക്കപ്പെട്ടതിനാണ്. ബൈബിളിലുണ്ട്, തനിക്ക് പ്രിയമുള്ളവരെ ദൈവം വിടുവിക്കും. ഇന്ന് രാത്രി ദൈവം കണ്ടവരെ, ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ ദൈവം സർവശക്തനാണ്. ചോദിച്ചുകൊള്ളുക, ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാമെന്ന് വാഴ്ത്തുന്ന വചനങ്ങൾ ദൂരങ്ങളുണ്ടെങ്കിൽ തളർന്നു പോകേണ്ട ആത്മാക്കളെ തരാം ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്കങ്ങ് ഭയമായി. ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ പോവാണ്. അമ്മച്ചി പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചിയെ പേടിച്ച് ഞാൻ വീട് വിട്ടുകൊണ്ട്. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെന്നതും ദൈവവചനം വായിച്ചതും അമ്മച്ചി സുവിശേഷം പറഞ്ഞത്, ഈ വീടിന് തൊട്ടടുത്ത വീട്ടിൽ ഒരു ദൈവദാസൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ സൈമൺ ആണ്.
അപ്പൊ ഞാൻ വീട് വിട്ടിറങ്ങുന്ന ഇദ്ദേഹം പറഞ്ഞോണ്ട് ഞാൻ വീട് വിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഞാൻ വരേണ്ട വഴിക്ക് മുമ്പായിട്ട് ഇദ്ദേഹം വന്ന് നിൽക്കുക. ഇതൊക്കെ ദൈവത്താല. അപ്പൊ ഞാൻ പെട്ടെന്ന് അമ്മച്ചി പേടിച്ച് പ്രാർത്ഥിക്കണമെന്ന് പേടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പറ്റ വഴി ഇദ്ദേഹം വന്ന് നിൽക്കുക. താഴെ മുഴുവനും വെള്ളം, കായല, വെള്ളം നിറഞ്ഞു കിടക്കുക. കരയ്ക്ക് മുഴുവൻ കൈത, മുള്ളുള്ള കൈത. രണ്ടുപേർക്ക് കഷ്ടിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്, ചെറിയ വഴി. അപ്പൊ ഞാൻ അമ്മച്ചിയെ പേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഇദ്ദേഹം വന്ന് വഴിക്ക് മുമ്പ് നിൽക്കുക. ഇദ്ദേഹം മാറുന്നില്ല. ഇദ്ദേഹം മാറിയെങ്കിലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. മാറുന്നില്ല. ഇങ്ങനെ എന്നെ കണ്ടു ചെറിയ ഒരു ഊറിയ ചിരി. നമുക്ക് ഈ ഗുണപ്പെട്ടവന് ഗുണപ്പെടാത്തവനെ കാണുമ്പോൾ ഒരു ഊറ്റൻ ചിരിയുണ്ട്. പിന്നെ ഞങ്ങൾ പൊക്കുവന്ന നമ്മുടെ പുള്ളി വന്നില്ലല്ലേ, വരും. സ്തോത്രം. ഊറിയ ചിരി. അപ്പൊ ഇദ്ദേഹം എന്നെ കണ്ട് ചെറുതായിട്ട് ചിരിച്ചു. എനിക്ക് അതിന്റെ അർത്ഥമൊക്കെ പിടികിട്ടി. മാറുന്നില്ല. ഞാനത് പ്രയാസമായി. ഇവിടെ വെള്ളം, ഇവിടെ കൈത, ഇദ്ദേഹം ഫ്രണ്ടിൽ എന്തോ ചെയ്യും. ഞാനുടനെ ബുദ്ധിയോടെ ചിന്തിച്ചെന്നാ പുറകോട്ട് വേറൊരു വഴിയുണ്ട് പുറകെ കൂടെ. അതിലേക്ക് ഞാൻ നേരെ പുറകോട്ട് തിരിഞ്ഞപ്പോ അമ്മച്ചി വന്ന് പുറകെ നിൽക്കും. ഇതെല്ലാം ദൈവത്താൽ വന്നതാണ്. സ്തോത്രം. എല്ലാം ദൈവഹിതത്താൽ വന്നതാണ്. ദാവീദ് പറഞ്ഞില്ലേ, ഞാൻ ഇരിക്കുന്നത് എഴുന്നേക്കുന്നതെല്ലാം നീ അറിയുന്നതാണ്. എന്റെ നടപ്പും കിടപ്പും എല്ലാം നീ ശോധന ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നത് അബദ്ധപ്പെട്ട് വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. കർത്താവ് നിന്നെ ആഴമായി സ്നേഹിച്ചത് കൊണ്ടായി കൂട്ടായ്മയിൽ സംബന്ധിക്കാനിടയായത്. ഓരോ ചലനങ്ങളും ദൈവത്താൽ ദൈവം അറിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ എന്നെ ഈ വിഷമസന്ധി പ്രതിസന്ധി കണ്ട് ഞാനാകെ പ്രയാസപ്പെട്ടു. അമ്മച്ചി പുറകിൽ ഇപ്പറേ വെള്ളം, ഇവിടെ കൈത, ഇദ്ദേഹം മുന്നിൽ. എന്തോ ചെയ്യും? എന്റെ മാർത്തോമല്ലൊരു ഉപദേശം ഉണ്ട്. എന്റെ പുഞ്ചമണ്ണിൽ മാമനോപദേശം എന്താ പുഞ്ചമണ്ണിൽ ഒരു യോഗം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഇടവഴി കൂടെ വരണം. 2 വർഷവും വലിയ കയ്യാലെ ഇടവഴി കയറി വന്നപ്പോൾ ഒരു വെട്ടമ്പോത്ത് വന്ന് മുന്നിൽ നിൽക്കുക. പുറകോട്ടോടി ആ പോത്ത് പുറകെ മുന്നോട്ട് ചെന്നാൽ കുത്തുകയും ചെയ്യും. വലിയ കയ്യാലെ എന്തോ ചെയ്യും. അപ്പൊ പുഞ്ചമണ്ണിൽ മാമനുപദേശി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആ ചരിത്രം, കർത്താവേ പോത്ത് നിന്റെ വക, ഞാനും നിന്റെ വക, നിന്റെ ഹിതം വെളിപ്പെടട്ടെ. ഇവിടെ പ്രാർത്ഥനയാ, പോത്ത് നിന്റെ വക, ഞാനും നിന്റെ വക. പോത്ത് പുറകോട്ട് പോയെന്നാ ചരിത്രം. ഞാനിങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടു. എന്റെ വിഷമസന്ധി കണ്ട് ഇദ്ദേഹം പറഞ്ഞു പൊയ്ക്കാട്ടെന്ന് പറഞ്ഞു വഴി ഒതുങ്ങി തന്നു. ഞാൻ നടന്നു വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു ബൈബിള് തന്നു വെച്ച് പറഞ്ഞു, ഇത് വായിക്കേ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാക്കും. ഇങ്ങനെ ഞാൻ ബൈബിള് വാങ്ങി വീട്ടിലേക്ക് വന്ന് ചില ദിവസമൊക്കെ വായിച്ചെങ്കിലും മാനസാന്തരമോ ദൈവ ചിന്തയോ ഒന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഒരിക്കൽ സന്ധ്യ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു പെന്തിക്കോസുകാരന്റെ മുറ്റത്ത് ഇങ്ങനെ യോഗം നടക്കുക. ആ യോഗത്തിന് മറഞ്ഞിരുന്ന വചനമൊക്കെ ശ്രദ്ധിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി മുൻപോട്ട് കടന്നു ചെന്നു. അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും അന്ന് രാത്രി എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉദ്ദേശം അന്ന് രാത്രി 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഞാൻ വിശ്വാസ മാർഗത്തിൽ വരുവാൻ ദൈവം അവസരം നൽകി. അന്ന് മുതൽ ദൈവം ഇന്ന് വരെ ഭദ്രമായി പരിപാലിച്ചു. മറ്റു സാക്ഷ്യങ്ങളൊക്കെ തുടർന്നുള്ള ദിവസങ്ങളൊക്കെ തിരുവചനം നമ്മൾ ധ്യാനിക്കും. വളരെ സാക്ഷ്യം പറയുവാൻ ആമേൻ പല കാര്യങ്ങളുണ്ടതെല്ലാം ആ സമയങ്ങളിലൊക്കെ നമുക്ക് അയവിറക്കി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി ആരെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവുമായി ഇതുവരെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി സുപ്രസാദ കാലമാണ്. ഇതാണ് രക്ഷാദിവസം, ഇതാണ് സുപ്രസാദ കാലം. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഇന്ന് രാത്രി ആമൻ യേശുവിനെ കൈക്കൊണ്ട് മടങ്ങി പോകണം. പ്രൈസ് ദി ലോർഡ്. യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ആമൻ പാപം മോചിക്കുന്നവൻ, പാപത്തിന് പരിഹാരം വരുത്തവൻ, നിത്യജീവൻ നൽകുന്ന നല്ല കർത്താവാണ് യേശു. ഈ കർത്താവിനെ സേവിച്ചാൽ ഒരിക്കലും ക്ലേശിക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭാഗ്യവശാൽ എനിക്ക് കൃപയിൽ വരുവാൻ, യേശുവിനെ അറിയുവാൻ, ദൈവത്തെ സേവിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവർ ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു വരുന്ന ആ ഭാഗം, അതിന് മോശജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ആമേൻ. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ചെങ്കടൽ തീരത്തൊത്തു നിൽക്കുന്ന ഇസ്രായേൽ ജനതകൾ, ഇവരിങ്ങനെ ചെങ്കടൽ തീരത്ത് നിൽക്കുക. മുൻപിൽ ചെങ്കടൽ ദിവസവും പർവ്വതം. ഇവര് മിസ്രയീമിൽ പോയത് യോസേഫിന്റെ കാലത്താണ്. നമ്മളിങ്ങനെ ചിന്തിച്ചു വന്നത്. അപ്പനാകാതെ യാക്കോബ് ഒരിക്കൽ യോസേഫിനോട് പറഞ്ഞു, ചേട്ടന്മാർ ആടുകളെ തിന്നാൻ ക്ഷേമം പറഞ്ഞു മടങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പന്റെ അനുവാദത്താൽ യോസേഫ് യാത്ര ചെയ്തു. ശേഖമിലെത്തിയപ്പോൾ അവർ ശേഖമിൽ ദോതാനിലുണ്ടെന്ന് പറഞ്ഞു. ദോതാൻ കുന്നിന്റെ മുകളിൽ യോസേഫ് കയറിയപ്പോൾ ചേട്ടന്മാർ ദൂരെ വെച്ച് അഭിപ്രായം പറഞ്ഞു. സ്വപ്നക്കാരൻ വരുന്നു. അങ്ങനെ യോസേഫ് അടുത്ത് വന്നപ്പോൾ പിടിച്ചു നിർത്തി നിലയം കൂടിയെടുത്ത് വെള്ളമില്ലാത്ത പൊട്ടക്കടി യോസേഫിന്റെ തട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം ഭക്ഷിച്ചു. അങ്ങനെ ഒരു ഭക്ഷണം ഭക്ഷിച്ച് തലമുക്കുമ്പോൾ ഇസ്മയിലെ കച്ചവടക്കാരെ കണ്ടു. സന്നിധാന ഭവനന്റെ
ബദാംപരിപ്പ് സാമ്പ്രാണി നറമ്പശ ഉൾഗുരു ഇത് വിൽക്കുന്ന കച്ചവട സംഘത്തെ കണ്ട് രൂപേനറിയാതെ യോസേഫിനെ പിടിച്ച് കരയ്ക്ക് കയറ്റി വിൽക്കാൻ തീരുമാനിച്ച് വിറ്റു. അങ്ങനെ മിസ്രയീമിലെ ചന്തയിൽ യോസേഫിന്റെ വില പറഞ്ഞ് പലരും വില പറഞ്ഞു. കാണുമെന്നപ്പോൾ ഫറവോന്റെ അകമ്പടിയായ ബുദ്ധിപ്പുറ നിശ്ചിതമാക്കി വിലയ്ക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി രാജ്യം പ്രവർത്തികരിപ്പിച്ചു. ദൈവം തമ്പുരാൻ ഇവന്റെ കൂടെയുണ്ട്. ദൈവം അതുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു. അല്പപ്രതിസന്ധി വന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടെങ്കിൽ കാരാഗ്രഹത്തിൽ ദൂതം പറഞ്ഞ് ആലോചനകളൊക്കെ പറഞ്ഞു. ഒടുവിൽ യോസേഫിനെ മിസ്രയീമിലെ അധിപനാക്കി തീർത്തു. അങ്ങനെ യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. 42:6 അവൻ തന്നെയായിരുന്നു സകല ജനത്തിനും ധാന്യം വിറ്റത്. ഇങ്ങനെ യോസേഫ് ധാന്യം വിറ്റ് ഇങ്ങനെ വിൽക്കുന്ന അളവിൽ ഒരിക്കൽ യോസേഫ് ഇങ്ങനെ അപ്പനാകുന്ന യാക്കോബ് തന്റെ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്ന മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പന്റെ അനുമാനത്താൽ യോസേഫിന്റെ ജ്യേഷ്ഠന്മാർ മിസ്രയീമിൽ ധാന്യം കൊള്ളാമല്ലോ. അങ്ങനെ ധാന്യം കൊള്ളാൻ ഇങ്ങനെ വന്നപ്പോൾ യോസേഫ് ധാന്യം അളന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ അളക്കും അളവിൽ തലമുക്ക് നോക്കിയപ്പോൾ ദൂരെ നിന്ന് 10 പേര് വരുന്ന പമ്മി വരിക. 10 പേരെ കണ്ടപ്പോഴേ പുള്ളിക്ക് പിടികിട്ടി നമ്മുടെ കക്ഷിക്കാരാ. ഇത് നമ്മുടെ ആൾക്കാരെ എവിടെ കണ്ടാലും അറിയാം. എവിടെ പോയ ഞാൻ ചന്തയിലിരിക്കുക മീൻ മേടിക്കാൻ മീൻകാരൻ ചോദിക്കാം, പാസ്റ്റർക്ക് എത്ര കിലോ വേണം? ഞാൻ ചോദിച്ചു, പാസ്റ്ററാന്ന് ആര് പറഞ്ഞു? അതൊക്കെ കാണുമ്പോ അറിയാം. സ്തോത്രം. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ബസ്സേ വന്നപ്പോ ഞാൻ കണ്ടക്ടറുടെ സീറ്റ് ഇരിക്കുക. ടിക്കറ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞൊരു ചങ്ങനാശ്ശേരി ഉണ്ടെ പുള്ളി പറയാ പാസ്റ്റർമാരോട് കാശ് മേടിക്കാറില്ലെന്ന്. ഞാൻ ചോദിച്ചു, ഞാൻ പാസ്സാവുന്ന സാർ അതൊക്കെ അറിയാം, അവിടെ ഇരിക്കേ ഉണ്ടോ? അറിയണം. ഒരു ദൈവവൈതലാന്ന് തെളിവ് കൊടുക്കണം. അകത്തും പുറത്തും ഒരുപോലെ ഉണ്ടായിരിക്കണം. അപ്പൊ യോസേഫിനെ കണ്ടിട്ട് ഇവർക്ക് പിടികിട്ടിയില്ലെങ്കിൽ യോസേഫിന് ഇവരെ എല്ലാം പിടികിട്ടിയെന്നുള്ളതാണ്. 10 എണ്ണത്തിനെ പിടികിട്ടി. യോസേഫിനെ പിടികിട്ടാഞ്ഞിരുന്നതിന്റെ കാര്യം പണ്ട് വിറ്റത് പോലല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. പണ്ട് വിറ്റപ്പോ ഉടുതുണിയും കൊണ്ട് എടുത്താ വിറ്റത്. പക്ഷെ ദൈവമനുസരിച്ച് മാറ്റം വരുന്നത്. അതാണ് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചത്. 41:14, 41:41, 42, 42, 23 വായിച്ച 41:14. ഉടനെ ഫറവോൻ ആളെ യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കൊണ്ടുവന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിപ്പിച്ചു. അതാ യോസേഫിനെ കണ്ടിട്ട് ഇവർക്ക് പിടികിട്ടാഞ്ഞത്. കിടന്ന പാടെ കൊണ്ടുവരികയല്ല, ക്ഷൗരം ചെയ്യിപ്പിച്ചു, വെട്ടിപ്പാക്കി കൊണ്ടുവന്നുള്ളതാണ്. സ്തോത്രം. വൃത്തിയാക്കിയാ കൊണ്ടുവന്നത്. അപ്പൊ ഒന്ന് ക്ഷൗരം ചെയ്യിപ്പിച്ചു. 2 41 വാക്യം. ഇതാ മിസ്രയീം ദേശത്തിലൊക്കെ ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈ ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈ കിട്ടു. അവിടെ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ച് നിർത്തിയത്. ഈ കൈ പണ്ട് ചങ്ങല വീണ കയ്യാ. എന്നാൽ ചങ്ങല അടിച്ചു മാറ്റി മോതിരം ദൈവം വിട്ടുകൊടുത്തു. ദൈവത്തിന്റെ വൈതല് എന്നും കൊന്ന് ബന്ധനത്തെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും കൊന്ന് കഷ്ടതകളുടെ തീച്ചൂടേക്കൂടെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ രട്ടടിച്ചവൻ സന്തോഷത്തെ ഉദിപ്പിക്കുന്നവനാ. നിന്റെ വിലാപത്തെ നിർത്തമാക്കി ഒരു ദൈവമുണ്ട്. നീ എന്ന് മണപ്പുതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്വോത്രം 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 സ്വോത്രം. അപ്പൊ കൈ കിടന്ന മോതിരം ഒരു യോസേഫിന്റെ കൈ കിട്ടു. ഒരു നേർമയുള്ള അങ്കി അവനെ കൊണ്ടുവന്ന്, നല്ല നീളക്കുപ്പായ അങ്കി. ഈ അങ്കിയെ പറ്റി പറയുന്നത് സ്വർണ്ണ മണികൾ ചെലുത്തിയ അങ്കി എന്നാ. 2 പ്രാണി ഉണ്ടായിരുന്നെന്ന്. അടിതൊട്ട് മുഖ്യമര സ്വർണ്ണത്തിന്റെ ചെറിയ മണികൾ ചെലുത്തിയ അങ്കിയ. ചേട്ടന്മാര് പിന്നെ അപ്പം കൊടുത്ത അങ്കി ഊരിക്കളഞ്ഞങ്ങൾ ദൈവം കൊടുത്തപ്പോ കണ്ടോ ഏറ്റവും ശ്രേഷ്ഠമായ നല്ല അങ്കി കൊടുത്തു. ഇന്നലെ ചിന്തിച്ചല്ലോ, മുടിയമ്പത്രം മടങ്ങി വന്നപ്പോഴും കാലിന് ചെരുപ്പിട്ടു, പൊന്മോതിരവന്റെ കയ്യിലിട്ട് കൊടുത്തു. മേന്മയേറിയ അങ്കി അവനെ ധരിപ്പിച്ച്. നിങ്ങളെന്താ നോക്കുന്നത്? ഈ എന്റെ മകൻ മരിച്ചവൻ, അവൻ ജീവിച്ചു വന്നിരിക്കുന്നു. ഏതരമായ മൃഗത്തെ പിടിച്ച് അറപ്പി. ഇന്ന് നമുക്ക് സന്തോഷിക്കേണ്ടതാ. അപ്പൊ ഇതൊക്കെ കൊണ്ടാ യോസേഫിനെ തിരിച്ചറിയാനത്. നേർമയുള്ള അങ്കി ധരിപ്പിച്ചു. പിന്നെ സ്വർണ്ണ സരപ്പള്ളി അവന്റെ കഴുത്തിലിട്ടു. അപ്പോൾ 1 ക്ഷൗരം ചെയ്യിപ്പിച്ചു, 2 മോതിരം ഇട്ടു, 3 നേർമയുള്ള അങ്കി ധരിപ്പിച്ചു, സ്വർണ്ണ സരപ്പള്ളി കൊണ്ട് എന്ന് പറഞ്ഞ യോസേഫിന്റെ വേഷം മാറി. വേഷം മാറി, ഭക്ഷണം മാറി. ഭക്ഷണമൊക്കെ മാറി. അപ്പൊ വേഷം മാറി, ഭക്ഷണം മാറി. പിന്നെയോ യോസേഫിന്റെ ഭാഷ മാറി. വേഷം മാറി, ഭക്ഷണം മാറി, ഭാഷ മാറി. ഭാഷ മാറി തെളിയിക്കാം. 42:23. യോസേഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരമായിരുന്നു. യോസേഫ് അവരോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം. പരിഭാഷയ്ക്ക് ആളിനെ വെച്ചാ സംസാരിച്ചത്. യവന്മാരുടെ ഭാഷ പറഞ്ഞില്ല. ഇവിടുത്തെ ഇസ്രായേലിലെ ഭാഷയാ പറഞ്ഞത്. അതാ വേഷം മാറി, ഭക്ഷണം മാറി, ഭാഷ മാറി. ഈ കൃപയിൽ വന്നു കഴിഞ്ഞാൽ കൃപയുള്ള വാക്കേ പറയാവൂ. യോഗത്തിലിരിക്കുമ്പം ഗ്ലോറി, വിക്ടറി, ഗ്ലോറി, ഇങ്ങനെ ആട്ടകലാശം. അത് കഴിയുമ്പോ പിന്നെ വേറെയൊക്കെയാ പറയുന്നത്. ഒന്നും പാടില്ല. മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചേർച്ചയില്ലാത്തതൊന്നും പാടില്ലെന്നുള്ളതാ. അപ്പൊ വേഷം മാറി, ഭക്ഷണം മാറി, ഭാഷ മാറി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. സകലതും കഴിഞ്ഞപ്പോ കണ്ടാലും സകലതും പുതിയതാന്നുള്ളതാ.
അതിനായി പെന്തിക്കോസി വാ എന്ന് വിളിക്കുന്ന വേഷം മാറും, ഭാഷ മാറും, ഭക്ഷണം മാറും. ഞങ്ങൾ ഈ പെന്തിക്കോസി വാ എന്ന് വിളിക്കുന്നത്. ചില പറയുന്നത് പെന്തിക്കോസിലൊന്നും ആകാനല്ല, പിന്നെ ആകാൻ തന്നെ അവരല്ലേ പിന്നെ പങ്കപ്പെടല്ല തരുന്നത്. പൗലോസ് പറഞ്ഞ അഗ്രിപ്പാ രാജാവേ, ചങ്ങല ഒഴികെ ബാക്കി എല്ലാവരും നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന്. ചങ്ങല ഒഴികെ മുഴുവനും എന്റെ പ്രസംഗം കേൾക്കുന്ന സാഹചര്യം എന്നെ പോലെ ആയിക്കോണം. ഈ പെന്തിക്കോസി വന്ന എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം. വേഷം മാറും, ഭാഷ മാറും, ഭക്ഷണം മാറും. സ്തോത്രം. പെന്തിക്കോസി വരണം. ഞാൻ പെന്തിക്കോസി വന്നിരിക്കും എന്തെല്ലാം ഗുണമുണ്ടായി. എന്റെ ഭാഗം കള്ളുഷാപ്പിലെ ജോലിയായിരുന്നു, തൊഴിലാളിയാണ്. ഞാൻ പെന്തിക്കോസി വന്നില്ലായിരുന്നു വല്ല തെങ്ങിന്റെ മണ്ട താഴെ പോയി ചാകുന്നുണ്ട്. എനിക്ക് തെങ്ങ് കയറ്റം അറിയാൻ പറ്റില്ല, കയറ്റം അറിയാൻ പറ്റുന്ന തെങ്ങ തലക്ക് കിട്ടാൻ അടിച്ചങ്ങനെ താഴെ പോയി തീർന്നില്ലേ. അതിനാ പെന്തിക്കോസി വന്നാ ഗുണമായി. തെങ്ങിന്റെ മണ്ട താഴെ പോയി ചാകട്ടെ. ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ടാണല്ലോ കൊത്തയാണെങ്കിലും 10 കാര്യം നിങ്ങളോട് പറയുന്നേ. നിങ്ങളെല്ലാം പമ്മിയിരുന്ന് കേൾക്കുന്നേ. ഇതെടുത്തുകൊണ്ടാ. അതിനായി പെന്തിക്കോസി വാന്ന് വിളിക്കും. പെന്തിക്കോസി വന്ന എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം. എനിക്ക് എന്തെല്ലാം ഗുണമുണ്ട്. വേഷം മാറി, ഭക്ഷണം മാറി, ഭാഷ മാറി. സ്തോത്രം. ഞാൻ പറഞ്ഞിട്ട് പെന്തിക്കോസി വന്നാൽ ഒരു ഗുണം പറയാം. ഞാൻ ഈ പെന്തിക്കോസി വരുന്നതിന് മുന്നേ മുണ്ടും ഷർട്ടും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പാലിട്ടിട്ടില്ല, ഇടാൻ അറിയത്തുമില്ലായിരുന്നു. ഹൈസ്കൂളിൽ ചെന്നപ്പോൾ മുണ്ടാ. ഞങ്ങൾ 68 സഹോദരന്മാരുണ്ട്. അവരെല്ലാം പാലിടുമ്പോൾ ഞാൻ മുണ്ടാ ഇതൊക്കെ ഇടുതാ. അപ്പോൾ ഒരിക്കലും ഞങ്ങളൊരു പരിശോധന, അപ്പം എനിക്ക് ഇപ്പോഴേ തൊണ്ടയ്ക്ക് ഇത്രയും പ്രയാസം. പരിശോധനയൊക്കെ പോകുമ്പോൾ ഞാൻ മുന്നിൽ നിന്ന് പാട്ട് പാടും. അപ്പോൾ ഒരു പരിശോധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഡോർമെറ്ററി വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അടൂരുകാരൻ, തുവിയൂരുകാരൻ, ബിജു എന്ന് പറയും. അടൂർ തുവിയൂർ സഭയിലുള്ളത്. അപ്പം ഞങ്ങൾ ആകത്ത് കയറുണ്ട്. ഇവൻ വന്ന് പെട്ടെന്ന് ഡോർമെറ്ററി കയറി കഥകിന് കുറ്റി കിട്ടി. ഞാൻ ചോദിച്ചത് പാട്ട് കഥകിന് കുറ്റി വെട്ടിച്ച് ഇവൻ്റെ പെട്ട് തുറന്നൊരു പാൻ്റെ എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുക, ചാക്കം പിടിച്ച് നിൽക്കുമ്പോൾ ഇപ്പോഴാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിടത്തില്ലെന്ന് പറഞ്ഞു. ഓണറാന്ന് പറഞ്ഞു. ശരിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ സഹോദര ഞാൻ ഇട്ടിട്ടില്ല, എനിക്കറിയത്തില്ല, ഇടത്തില്ല, പരിശ്രമിക്കണ്ട. അവൻ പറഞ്ഞു ഇട്ടില്ലെന്ന് ഒഴിവാക്കില്ല. ഇല്ല ആരോഗ്യമുള്ള ഓണറോ പിടിച്ച് അതിനകത്ത് കയറ്റി രണ്ട് കാലുമാട്ടിങ്ങനെ നിൽക്കി അവന്റെ വെച്ചുമെല്ലായിട്ട് കെട്ടി നടക്കടാന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞ പോലെ എനിക്ക് ശീലമൊന്നുമില്ലല്ലോ. പിടിച്ചൊരു നടത്തി. ഞാൻ ഒത്തിരി ചാടിയൊക്കെ നടന്നു. ഇങ്ങനെ നടക്കടാന്ന് പറഞ്ഞു. അവനങ്ങ് കോപിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. തന്നെ നടക്കടാന്ന് പറഞ്ഞു. ഭയപ്പെടുത്തുക. മുറി കുത്തിയിട്ടിരിക്കുക. തന്നെ നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല. കാരണം അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ആയുസിൽ ആദ്യം പാനിട്ടത്. കുറഞ്ഞ പക്ഷം പെന്തിക്കോസ് വന്നതുകൊണ്ട് പാനിടാനെങ്കിലും പഠിച്ചേ. അതിനായി പെന്തിക്കോസി വാങ്ങി പറയാം. സകലെല്ലാം ഇന്ന് വന്നോണം. ദൈവത്തിന് സ്വാതന്ത്ര്യം. എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം. പെന്തിക്കോസ് വന്നാൽ പ്രാർത്ഥിക്കാൻ പഠിക്കും, പാനിടാൻ പഠിക്കും, പാല് വെക്കാൻ പഠിക്കും. ഇല്ലേ ഇതിനകത്തുണ്ടെന്ന്. അതിനായി വാവാന്തി വിളിക്കുന്നേ. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസി ജ്വാലയാണ്. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസി ജ്വാലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂരേ. അബ്രഹാമി യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി സ്ഥലം വിട്ടു. അബ്രഹാം ഈസാക്ക് യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി സ്ഥലം വിട്ടു. അവൻ കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. പൂർത്തിയായി നീ വേല തീർത്തു. പ്രാർത്ഥന വെടിഞ്ഞു പോകാൻ പൂർത്തിയായി നീ വേല തീർത്തു. പ്രാർത്ഥനം വെടിഞ്ഞു പോകാൻ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ